ഇന്നലെ ഒരു വീഡിയോയിൽ ട്രാവൽ വ്ളോഗുകളൊക്കെ ചെയ്യുന്ന സുജിത് ഭക്തൻ എന്ന വ്യക്തി പറയുകയുണ്ടായി, ഇന്ത്യക്കാരെ അടുത്ത് ചെന്നാൽ മണമെടുക്കുന്നു. അദ്ദേഹം ഒരു തെറ്റിദ്ധാരണയുടെ പുറത്തായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു വളരെ ഒരു മോശപ്പെട്ട ഒരു പ്രസ്താവന നടത്തിയത്. അദ്ദേഹം നമ്മളെ തന്നെ താഴ്ത്തി. കാരണം അദ്ദേഹം, എനിക്ക് തോന്നുന്നത് അമേരിക്കയിൽ ഇരുന്നാണ് അദ്ദേഹം കഴിഞ്ഞ വീഡിയോസൊക്കെ ന്യൂയോർക്കിലേക്ക് ഇരുന്നാണ് വീഡിയോസ് ചെയ്തിരുന്നത്. വ്യക്തമായിട്ടും അദ്ദേഹത്തിൻ്റെ ധാരണാ പെശകാണ്. അദ്ദേഹം മനസ്സിലാക്കേണ്ടത്, ഇന്ന് അമേരിക്കയിലെ ഏറ്റവും പ്രബലമായ വിഭാഗം എന്ന് പറയുന്നത് ഇന്ത്യൻ വംശജരാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് IT മേഖല, ഡോക്ടർ, ശാസ്ത്രജ്ഞർ മുതലായ മേഖലകളിൽ ഉള്ള അവരുടെ ഇത്. പിന്നെ അദ്ദേഹം പറയുന്നത് ഒരു പക്ഷേ വെള്ളക്കാരനെ പോലെ കാണാനായിട്ട് ഭംഗിയില്ല എന്നാണോ അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ന് എനിക്കറിയില്ല. ഒപ്പം തന്നെ ചീഞ്ഞ് നാറുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ ഒട്ടനവധി ഇന്ത്യക്കാർ, അതായത് ഒരു 20% അങ്ങനെ ഇത്തരത്തിൽ ഡിയോഡ്രൻ്റ് ഉപയോഗിക്കുന്നില്ല, സ്പ്രേ ഉപയോഗിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇത്. നമ്മളൊക്കെ കാർഷിക ഇതുകളിൽ നിന്നും വളർന്നു വന്ന, കാർഷിക ചുറ്റുപാടിൽ നിന്നും വളർന്നു വന്നവരൊക്കെ, വിയർപ്പൊക്കെ ഉള്ളവരൊക്കെ ഉണ്ട് നമ്മളുടെ കൂട്ടത്തിൽ. ഇദ്ദേഹം പറയുന്ന പോലെ ഒരു ചീഞ്ഞുനാറൽ ഇന്ത്യക്കാർക്ക് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവരൊക്കെ ഞാൻ എപ്പോഴും ഇടപഴകുന്നവരാണ്. ഇതേപോലെ തന്നെയാണ് നമ്മൾ പറയും, ഇവിടെയുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ട വെള്ളക്കാരുണ്ട്, കറുത്തുവർഗ്ഗക്കാരുണ്ട്, ഹിസ്പാനിക് സമൂഹമുണ്ട്, അവരും ബ്രൗൺ സ്കിൻഡ്. അയാൾ ബ്രൗൺ സ്കിന്നിൻ്റെ പേരിലാണ് സുജിത് ഭക്തൻ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത്. അതിൽ വൈറ്റ് ട്രാഷ് ഉണ്ട്, കുളിക്കാണ്ട് കിടക്കുന്നത്. ഞാൻ പറഞ്ഞത് ഹോംലെസ് അല്ല, കുളിക്കാണ്ട് കിടക്കുന്ന വൈറ്റ് ട്രാഷ് എന്ന് പറയാം. അമേരിക്കയിൽ അങ്ങനെ ഒരു പദപ്രയോഗമാണ് അവർ ഉപയോഗിക്കുക. പിന്നെ എല്ലാവരിലും ഒരു 5-10% ഇങ്ങനെ വസ്ത്രങ്ങളിൽ വൃത്തിഹീനമായിട്ട് നടക്കുന്ന ഒരു വിഭാഗം എല്ലാ വെള്ളക്കാരിലും കറുത്തവരിലും ഹിസ്പാനിക് വിഭാഗത്തിലൊക്കെ ഉണ്ട്. ഇന്ത്യക്കാർ അതിൽ വളരെ മുന്നോട്ടാണ്. അവർ വസ്ത്രധാരണത്തിലൊക്കെ ചിലപ്പോൾ ആണെങ്കിൽ കാണാനായിട്ട് സായിപ്പിൻ്റെ ഗുണി, ഈ സായിപ്പിൻ്റെ അത്ര ഭംഗി ഉണ്ടാവായിരിക്കില്ല. പക്ഷേ അത്രമാത്രം അധപതിച്ചൊരു വിഭാഗമല്ല, ഏറ്റവും പ്രബല വിഭാഗം. ഇന്ന് അമേരിക്കയിൽ ഒരു പ്രദേശത്തെ ഡെമോഗ്രഫി എടുത്തിട്ട് അതിൻ്റെ ഓരോ കണക്കുകളുണ്ട്. അതായത് എത്ര എക്കോണമിക്കലി അവരെത്ര മുന്നോട്ടാണ്. ഓരോ ഇന്ത്യക്കാരൻ്റെയും $1,20,000 ഒരു കൊല്ലത്തെ ശരാശരി വരുമാനം. സായിപ്പിൻ്റെ പോലും 70,000 ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കണം. അത്രയും പ്രബല വിഭാഗമാണ് ഇന്ത്യക്കാർ. തന്നെയല്ല, അദ്ദേഹത്തിൻ്റെ തെറ്റിദ്ധാരണ മൂലമായിരിക്കാം അദ്ദേഹം ഇത് പറയുന്നത്. ഇന്ത്യക്കാരോടുള്ള ദേഷ്യം ഇവിടെ അമേരിക്കയിൽ പ്രത്യേകിച്ചുള്ളത്, അതല്ലെങ്കിൽ UK ഏറ്റവും പ്രബല വിഭാഗമാണ് ഹിന്ദു കമ്മ്യൂണിറ്റി. ഏറ്റവും പണക്കാരാണ് UK, ബ്രിട്ടനിലൊക്കെ. ഫ്രാൻസ്, ജർമ്മനി പോലുള്ള രാജ്യങ്ങളിലേക്ക് അധികം അതിപ്രസരം അവർ സമ്മതിക്കില്ല, കാരണം ചെറു രാജ്യങ്ങളായതുകൊണ്ട്. ഇന്ന് UK-ലും US പ്രബല വിഭാഗം ഇന്ത്യക്കാരാണ്. ഒപ്പം തന്നെ ഇവിടെ താങ്കൾ കാണുന്ന ഇന്ത്യക്കാരോടുള്ള വെറുപ്പുണ്ട്, ശക്തമായിട്ട് ഉള്ള വെറുപ്പ്. സൗത്ത് ഏഷ്യൻ ഒറിജിൻ, അതായത് ഇന്ത്യ, പാകിസ്ഥാൻ, ശ്രീലങ്ക, നേപ്പാൾ, ദക്ഷിണ ഏഷ്യൻ വിഭാഗങ്ങളാണ്. അവർ അഗ്രസീവാണ്. അവർ പോയിട്ട് വെട്ടിപ്പിടിക്കാൻ വേണ്ടി അവർ വന്നിരിക്കുന്ന ബിസിനസ്സുകൾ നടത്തിയിട്ട്. അത് ആ പണത്തിനോടുള്ള ആർത്തിയും എല്ലാം അവരത് കൊണ്ടാണ് അവിടെ. അതും കുറച്ച് സ്വപ്നങ്ങളുമായിട്ട്, ഒരു ചാക്ക് സ്വപ്നമായിട്ടാണ് അവർ ഇന്ത്യയിൽ നിന്ന് ഇവിടെ വന്ന് ഇറങ്ങിയിരിക്കുന്നത്. എങ്ങനെ അതിർത്തി കടന്നു വരാമെന്നൊക്കെ നോക്കി ഇത് ചെയ്തിരുന്നത്. താങ്കൾ പറയുന്നതിന് വിപരീതമായിട്ട് ഇന്ന് ഇന്ത്യക്കാരോടുള്ള ഇത് ട്രംപ് പോലും എടുത്തിരിക്കുന്നത് അസൂയയാണ് അതിൻ്റെ അടിസ്ഥാനം. കാരണം ഇത്രമാത്രം അവർ സക്സസ്ഫുൾ ഒരു കമ്മ്യൂണിറ്റി. അതിൽ ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ ചെയ്യുന്ന മാതിരി അതിൽ കണ്ടമാനം ഘടകങ്ങളുണ്ട്. നമ്മുടെ കുടുംബ വ്യവസ്ഥ, വിദ്യാഭ്യാസം, ദാരിദ്ര്യം കണ്ട് നമ്മൾ വെട്ടിപ്പിടിക്കാനായിട്ടുള്ള നമ്മുടെ ആഗ്രഹം, ഇത് ഒരു പരിധിവരെ കർത്തവരിൽ പോലും ഒരു ഇതുണ്ടാക്കുന്നുണ്ട്. കാരണം അവർ അധ്വാനിക്കാൻ തയ്യാറാണ്, വന്ന് നേടാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ആ അഗ്രസീവ്നെസ്സാണ്. ഈവൻ ട്രംപ് പോലും H1 വിസയ്ക്ക് 55 ലക്ഷം വേണം. അവിടെ എന്താണ് ഗൂഗിളിലും ആപ്പിളിലും മൈക്രോസോഫ്റ്റിലൊക്കെ ഇന്ത്യക്കാർ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന സുന്ദർ പിച്ചൈ, സത്യ നടേല, അവരെ മാറ്റി വേറെ സായിപ്പ് വേണമെന്നൊക്കെ പറയുന്നതിനുള്ള കാരണം സക്സസ്ഫുൾ ആയതുകൊണ്ടാണ്. വേറെ ഇന്ത്യക്കാരോടുള്ള വിരോധം എന്ന് പറയുന്നത് 9/11 ശേഷം ഇത് പൊട്ടിച്ചത് മുഴുവനും നമ്മളെ കണ്ടാലും പാകിസ്ഥാനികളെ കണ്ടാലും ഒരുപോലെയാണ്. ഇത് പൊട്ടിച്ചതൊക്കെ ഇവരൊക്കെ തന്നെയാണ്. കാരണം ഇവർക്ക് അത്ര വലിയ പരിജ്ഞാനമൊന്നുമില്ല. അപ്പോൾ ഈ ഭൂവിസ്തൃതയെക്കുറിച്ച് നമ്മൾ ഇന്ത്യക്കാരും തമ്മിലുള്ള അതൊക്കെ ചെറിയ വിഭാഗത്തിനാണ് അത്ര രാഷ്ട്രീയ ജിയോ പൊളിറ്റിക്കൽ വിഷയങ്ങളെക്കുറിച്ച് അമേരിക്കയിൽ പോലും അറിയുള്ളൂ. അപ്പോൾ അവർ നമ്മളെ കാണുന്നത് ഇവനാണ് അന്ന് പൊട്ടിച്ചവൻ എന്നുള്ള കൂട്ടത്തിൽ. ഇതൊക്കെയാണ് വിഷയങ്ങൾ. ഒന്ന് അസൂയ. കാരണം
അത്രയും സക്സസ്ഫുള്ളാണ് ഇന്ത്യൻ ഒറിജിൻ. ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രദേശത്തിൻ്റെ ഡെമോഗ്രാഫിക്കൽ എക്കോണമി ചെയ്യുമ്പോൾ ഇന്ത്യക്കാരെ വെച്ചിട്ടാണ് അവർ അളക്കുന്നത്. ഒപ്പം ചൈനീസിനെയും വെച്ചിട്ടാണ് ആ പ്രദേശം ഒരു ഹയർ ലെവൽ പ്രദേശമാണ്. ഇപ്പം ബിവർലി ഹിൽസ് എടുത്തു, അവിടെ സിനിമാക്കാരാണ് അവരുടെ ഈ ആളോഹരി വരുമാനം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ബിസിനസ്സുകൾ നോക്കുന്നത് ആളോഹരി വരുമാനം. ഇന്ന ലൊക്കേഷനിൽ ഒരു കട തുടങ്ങുന്നതിന് മുമ്പ് അവരെടുക്കുകയാണ് ആളോഹരി വരുമാനം എത്ര, ഇന്ത്യക്കാരുണ്ടോ ആ പ്രദേശത്ത് അവർ ആ ബിസിനസ് തുടങ്ങുകയാണ്, അല്ലെങ്കിൽ ചൈനീസ് ഉണ്ടോ. മുൻകാലങ്ങളിൽ വെള്ളക്കാരുടെ കയ്യിൽ ഇരുന്നിരുന്ന പ്രദേശങ്ങളാണ് സക്സസ്ഫുൾ പ്രദേശമായിട്ട് കാണുന്നത്. അപ്പോൾ സുജിത് ഭക്തന് വ്യക്തമായിട്ടും, പിന്നെ അദ്ദേഹം പറഞ്ഞത് നമ്മുടെ മസാല മണ്ണെടുക്കണ്, നമ്മൾ ഇഞ്ചി, പച്ചമുളക്, വേപ്പിൻ്റെ ഇല, തക്കാളി, സബോള, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, സാമ്പാർ പൊടിയൊക്കെ ഇട്ട് വറുത്ത് തന്നെ നല്ല ഭക്ഷണം ഉണ്ടാക്കി കഴിക്കും. അവർക്ക് സായിപ്പിന് ഇഷ്ടമല്ലെങ്കിൽ തലകുത്തി നിൽക്കാൻ പറയണം. സായിപ്പിന് ഇഷ്ടമല്ലെങ്കിൽ, ഈ സായിപ്പിനെ കാണുമ്പോൾ കാവാത്ത് മറക്കണ കുറേ ആൾക്കാരുണ്ട് കേട്ടോ, അത് വേറെ ഇത്. സായിപ്പിന് ഇഷ്ടമല്ലെങ്കിൽ, ഞാനൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് നടത്തിയിരുന്ന ആളാണ് ചിക്കാഗോയ്ക്ക് അടുത്ത്. നമ്മുടെ ഭക്ഷണം സ്ക്രാച്ചിൽ നിന്ന് തുടങ്ങണം. ഈ അരിഞ്ഞ് വറുത്തുണ്ടാക്കി നല്ല സ്മെല്ലാണ്, നല്ല ഭക്ഷണത്തിന് മണം, ഗന്ധം, കാഴ്ച ഇതൊക്കെ വേണം. നമ്മൾ വറുത്തും പൊരിച്ചൊക്കെ തിന്നും, ചാള വറുത്തൊക്കെ തിന്നും. ഞാൻ ഇവിടെയും തിന്നാറുണ്ട്. ഇവിടെ ലഭിക്കും എല്ലാം, നല്ല ചാളയും എല്ലാം അയിലും നല്ല ഒക്കെ കിട്ടും. നമ്മൾ പൊരിച്ച്, സായിപ്പിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സായിപ്പ് പൊക്കോട്ടെ, അയൽവക്കത്തോളം വിട്ടു പൊക്കോ. ആർക്ക് ഇതിൽ ക്രൈമൊന്നുമില്ല, ഒരു നാണവും വിചാരിക്കണ്ട. കാരണം സായിപ്പും അമേരിക്കയും തിന്നുന്നത് പ്രോസസ്ഡ് ഫുഡാണ്. കോഴി വറുത്തത്, ജനറ്റിക്കലി മോഡിഫൈഡ്. നമ്മുടെ ഭക്ഷണത്തിനും സ്വീറ്റ്സിനും, അത് സൗത്ത് അമേരിക്കയിൽ പോയാലും യൂറോപ്പിൽ പോയാലും അതിനൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ട്, ആ ഭക്ഷണത്തിനും പഴങ്ങൾക്കും. ഇവിടെ ജനറ്റിക്കലി മോഡിഫൈഡും ജനിതക മാറ്റം വരുത്തിയും മറ്റുമാണ് ഇവിടുത്തെ ഭക്ഷണത്തിന് രുചിയിലെ. KFCയോ അല്ലെങ്കിൽ ഞാൻ പേര് പറയുന്നില്ല, ഇത്തരം വറുത്ത കോഴിയോ അതല്ലെങ്കിൽ പൊരിച്ച കോഴിയോ ഒക്കെ വെറുതെ പ്രോസസ്ഡ് ഫുഡാണ്. ഇവിടുത്തെ ബർഗർ ആണെങ്കിലും 2 ബ്രെഡിൻ്റെ ഉള്ളിൽ ഒരു ബർഗർ എന്നും പറഞ്ഞാൽ ഏറ്റവും വേസ്റ്റ് ഇറച്ചിന് ഈ ബർഗർ എന്ന് പറഞ്ഞ ആ ഒരു മീറ്റ് അതൊക്കെ വെച്ച് അങ്ങോട്ട് കഴിക്കണേ ഏറ്റവും ഇത്. നമ്മൾ വറുത്തും പൊരിച്ചും നന്നായിട്ട് തന്നെ ജീവിക്കും, സ്മെല്ലുണ്ടാവും. ഇഷ്ടമില്ലാത്തവർ മാറിപ്പൊക്കോട്ടെ, തലകുത്തി നിന്നോട്ടെ, കേസൊന്നുമില്ല അതിൽ. ഞാൻ പോലീസുകാരനായിരുന്നു, ഒരു കേസും ഇല്ല. അപ്പോൾ സുജിത് ഭക്തന് വ്യക്തമായിട്ടും ആ കാര്യത്തിൽ തെറ്റുപറ്റിയിരിക്കുന്നു. ഈ പിന്നെ താങ്കൾ പറഞ്ഞ കാര്യം ഇതാണ്, ഈ പറഞ്ഞ പാകിസ്ഥാനികൾക്കൊരു സ്വഭാവമുണ്ട്, അവർ ചെയ്യുന്ന എല്ലാ പരിപാടികൾക്കും എവിടെ നിന്നാന്ന് ചോദിക്കുമ്പോൾ ഇന്ത്യ എന്നാന്ന് പറയും. ആ പേര് ഇന്ത്യക്കാരുടെ തലയിൽ വരും. അങ്ങനൊരു സംവിധാനം ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഞാൻ ചിക്കാഗോയിലും അവിടെ ഇവിടെയൊക്കെ ഇത് ചെയ്യുന്ന സമയത്ത് ഇവന്മാരെല്ലാ പരിപാടിയും ചെയ്തിട്ട് നേരെ ഇന്ത്യക്കാരുടെ തലയിലേക്ക് ഇട്ട് കൊട്ടും. അപ്പോൾ സുജിത് ഭക്തൻ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. താങ്കൾക്ക് ഡിയോഡ്രൻ്റ് ഇല്ല, സ്മെല്ലെടുക്കണേ, ചീഞ്ഞ് മാണം എടുക്കണം എന്നൊക്കെ പറഞ്ഞത് ഒരു വിഭാഗം ഉണ്ടാവും, ഒരു 10-20%. ഇപ്പം ഇന്ത്യക്കാരിൽ അതൊരു 20%ആണെങ്കിൽ സായിപ്പിൻ്റെ ഉള്ളിൽ അതൊരു 10% അങ്ങനെ ഒരു ചെറിയ വ്യത്യാസം മാത്രമാണ്. ഇന്ത്യക്കാരൊക്കെ നല്ല വെൽ ഡ്രസ്ഡും ഇന്ന് അമേരിക്കൻ സമൂഹവുമായിട്ട് ചേർന്ന ഏറ്റവും പ്രബല വിഭാഗമാണെന്ന് സുജിത് ഭക്തൻ മനസ്സിലാക്കണം. നമ്മളെ തന്നെ നമ്മൾ താഴ്ത്തിക്കെട്ടരുത്, അത് മനസ്സിലാക്കണമെന്ന് മാത്രം. താങ്കൾ വലിയൊരു വ്ളോഗറാണ്, താങ്കൾ താഴ്ത്തിക്കെട്ടരുതെന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ് ഈ വീഡിയോയിൽ.